Hey, what's up? Welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് 2006 മോഡൽ ഒക്ടാവിയാണ്. Baby girl, come and meet the fool. She know we keep it too. Big knocking on my butt. Much of you speaking to. Baby girl, come and meet the fool. Oh man. True blue. Ocean. Mystery. Potion. I go H back and Philly. Got trees in the telly. Shorty won't fuck up, but that's some heli. Look on my phone, got the vest on my celly. Flight to Miami with the അപ്പം റുഡോൾഫ് ഡീസലാണ് നമ്മുടെ ഈ പറയുന്ന ഡീസൽ എഞ്ചിനൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് ഈ TDI വണ്ടി? അപ്പോൾ TDI എന്ന് പറയുമ്പോൾ ടർബോ ചാർജ്ഡ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയും. ഈ ടർബോ ചാർജ്ഡ് വണ്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതേപോലെ തന്നെ ഒരു ഹയർ എമൗണ്ട് ഓഫ് എയർ കമ്പഷന് വേണ്ടി എത്തിക്കുന്നു ടർബോ ചാർജറിൻ്റെ സഹായത്തോടുകൂടി. അപ്പോൾ ഈ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈ പ്രഷറിനകത്ത് കമ്പഷൻ ചേമ്പറിലേക്ക് പ്രിസൈസ്ഡ് ഫ്യൂൽ എത്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ്. അതാണ് TDI വണ്ടികൾ, ടർബോ ചാർജ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഈ TDI ഡെവലപ്പ് ചെയ്യുന്നത് വോക്സ്വാഗൻ ഗ്രൂപ്പാണ്. അപ്പം 1989 കാലഘട്ടത്തിലാണ് ഫസ്റ്റ് TDI എഞ്ചിനുള്ള ഫസ്റ്റ് വണ്ടി വരുന്ന Audi 100. അപ്പോൾ ഈ Audi 100-നകത്താണ് അവർ ആദ്യമായിട്ട് വൈഡ്ലി യൂസ് ചെയ്ത് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ പേര്, അതായത് മെഴ്സിഡീസ് ഒക്കെ ഇത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ Audi 100-ൻ്റെ കാര്യം പറയുമ്പോൾ അത് 2.5 ലിറ്റർ ഇൻലൈൻ 5 സിലിണ്ടർ വണ്ടിയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു 1989 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ഈ TDI വണ്ടികൾ ഇറങ്ങി തുടങ്ങിയത്. അത് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിക്കകത്തിൽ, സ്കോഡയ്ക്കകത്തിൽ, ഇതിനകത്തിലെല്ലാത്തിലും വന്നിരുന്നതെന്ന് പറഞ്ഞാൽ TDI എഞ്ചിനുകളാണ്. അപ്പം 1.9 TDI എഞ്ചിൻ എന്ന് പറയുന്നത് വൈഡ്ലി നമ്മുടെ ഈ പറയുന്ന റിലയബിലിറ്റിയും പെർഫോമൻസിനും ഒക്കെ പേരുകേട്ട വണ്ടിയാണ്. പെർഫോമൻസും കാര്യങ്ങളും നല്ല രീതിയിൽ എഫിഷ്യൻസിയും അങ്ങനെ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ TDI വണ്ടി വളരെയധികം ഫേമസ് ആണ്. ഇതെന്ന് പറയുന്നത് വോക്സ്വാഗൻ ഗ്രൂപ്പിൻ്റെ ഹോൾമാർക്കായിരുന്നു. നമ്മുടെ ഈ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റേജ് 3 റീമാപ്ഡാന്ന് പറഞ്ഞത്, അപ്പോൾ വോൾഫിൻ്റെ റീമാപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നത്. പിന്നെ നമുക്ക് ബിഗർ ഇൻ്റർകൂളേഴ്സ്, ബിഗർ ടർബോസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് മോഡ്സ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഗാരറ്റിൻ്റെ ഹൈബ്രിഡ് ടർബോ വരുന്നുണ്ട്, പിന്നെ ഫോർച്യൂൺ ഇൻ്റർകൂളർ വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർച്യൂൺ തന്നെ ക്യൂബ് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റയർലി പ്യുവർലി നമുക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എസ്തെറ്റിക് പരമായിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യാം, നമുക്കത് പെർഫോമൻസ് പരമായിട്ട് മോഡിഫൈ ചെയ്യാമെന്ന് രണ്ടൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിനകത്തിൽ വന്നേക്കുന്ന പ്യുവർലി പെർഫോമൻസിൽ ഒരു വണ്ടി നമുക്ക് കയ്യിൽ വേണം. അപ്പോൾ അതിനൊരു പ്രോപ്പർലി ഒരു എക്സാമ്പിളാണ് ഈ ഒരു വണ്ടി. കൂടുതൽ വിശേഷങ്ങളും അപ്പോൾ ഇതിനകത്തിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് എല്ലാം നമുക്ക് ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഓണറിനെ വെൽക്കം ചെയ്യാം. ഹായ് ബ്രോ. വെൽക്കം. താങ്ക് യു. അപ്പോൾ ബ്രോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. എൻ്റെ പേര് നവീൻ മിൻസ് എന്നാണ്. നമുക്ക് ഗാരേജാണ്, അൻവിസാം പെർഫോമൻസ് ആണ് പേര്. അപ്പോൾ ഇത് നമ്മൾ റീസെൻ്റ്ലി ബിൽഡ് ചെയ്ത വണ്ടിയാണ്, സ്റ്റേജ് 3 ബിൽഡാണ്. എന്നാണ് ബ്രോ ആദ്യം കാർ എടുക്കുന്നത്? ഇത് ഒരു 3 years ബാക്കാണ് നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ അപ്പോഴും ഇതൊരു സ്റ്റേജ് 3 ബിൽഡ് വണ്ടി തന്നെയായിരുന്നു. അത് പിന്നീട് നമ്മൾ എടുത്തിട്ട് നമ്മളേതായ സ്പെക്ക് ചെയ്ത് വീണ്ടും റീബിൽഡ് ചെയ്ത് കംപ്ലീറ്റ്ലി എടുക്കുന്നത് എല്ലാം ചെയ്തു. ബ്രോ അപ്പോൾ എങ്ങനെ കാറിലേക്ക് പാഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പാഷൻ ഒബ്വിയസ്ലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് നമ്മൾ വണ്ടികൾ കാണും, ഡ്രീം ചെയ്യും. ഇന്ന് നമ്മളത് ബിൽഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ഒരു ഡ്രീം കാർ ഉള്ളതിൽ? ഇത് വൺ ഓഫ് ദ ഡ്രീം കാർ തന്നെയാണ്. ഇതും വളരെ നാളായിട്ട് എൻ്റെ മനസ്സിലുള്ള ചെയ്യണം എന്നുള്ളൊരു. അതെ. അപ്പോൾ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണം നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള ഒരു വണ്ടി ഇത് തന്നെയായിരുന്നു? അതെ. ഓക്കെ. എനിക്ക് മുമ്പൊരു VRS MK1 ആയിരുന്നു ഉണ്ടായത്. അതും ഇതുപോലെ തന്നെ സ്റ്റേജ് 3 ബിൽഡ് നമ്മൾ ചെയ്തിരുന്നു. പിന്നീട് TDI ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പം ഇതിന് മുന്നേ ഓൺ ചെയ്ത കാറുകൾ ഏതൊക്കെയായിരുന്നു? ഒക്ടാവിയ അല്ലാതെ എനിക്കൊരു Audi A7 RS7 കിറ്റ് ചെയ്തിട്ട് വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു റേഞ്ച് റോവർ സ്പോർട്ട് ഉണ്ടായി, ഒരു E280 ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിന് മുമ്പ് അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതല്ല, ഇത് ഫസ്റ്റ് ഓൺ ചെയ്ത വണ്ടി ഇതല്ലായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു? ഓക്കെ. ബ്രോ അപ്പം ബൈക്സിനോടൊക്കെ ക്രേസ് ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് ബൈക്സിൽ നിന്നാണ് നമുക്ക് തുടങ്ങിയിരുന്നത്. അതിൽ നമ്മൊരു ഫസ്റ്റ് എടുത്ത ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഒരു ഹാർലി അയൺ 883 ആയിരുന്നു. രണ്ടാമത് ഒരു ഫയർ ബ്ലേഡ് സൂപ്പർ ബൈക്ക് ക്ലാസിക്ക് നമ്മൾ വന്നു. ഓക്കെ. പിന്നെ പതുക്കെ ബൈക്കിന്റെ ക്രേസ് മാറി കാറിലോട്ട് തന്നെ ആയി. അപ്പോൾ ഈ കാർ എടുത്തിട്ട് ഇപ്പോൾ 3 വർഷമായില്ലേ? അതെ, ഇതിപ്പോൾ എടുത്തിട്ട് 3 വർഷം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബ്രോയുടെ കിട്ടിയപ്പോൾ ബ്രോ സ്റ്റേജ് 3 ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നെങ്ങനെ ഫുള്ളി റീബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു? അതെ. ഫുള്ളി അതിൻ്റെ ഇന്റേണൽസ് ഒക്കെ വീണ്ടും മാറി, വീണ്ടും സ്പെക്ക് ചെയ്ത്. കാരണം ഇത് മുമ്പത്തെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം രണ്ടാമത് വീണ്ടും എല്ലാം ഇന്റേണൽസ് മാറി, വീണ്ടും സ്പെക്ക് ചെയ്തെടുത്തു. വീണ്ടും മാപ്പ് എല്ലാം മാറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്? ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് VRS കിറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രിൽസ് ഒക്കെ ഡീക്രോം ചെയ്തു, ഐലിഡ് കസ്റ്റം ഉണ്ടാക്കി, ഹെഡ്ലൈറ്റ് നമ്മൾ ഒരു ബ്ലൂ ടിൻറ്റ് ചെയ്തു. ഗ്രിൽസ് നമ്മൾ ഇന്റർകൂളറിന് വേണ്ടി ലോവർ ഗ്രില്ലൊക്കെ നമ്മൾ വീണ്ടും വലുതാക്കി.
വലുതാക്കി പിന്നെ ഗ്ലാസ് ടിൻറ്റ് ഉണ്ട്. പിന്നെ ബാക്കി റൂഫ് സ്പോയിൽ അതൊക്കെ കസ്റ്റം മെയ്ഡ് ചെയ്തിട്ടുള്ള ഫുൾ VRS കിറ്റ് ആയിട്ട് നമ്മൾ. സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് അലോയ്സും കാര്യങ്ങളും? അലോയ്സ് നമ്മൾ മോമോന്റെ ട്രാക്ക് വീൽസ് ആണ്, മോമോ കോഴ്സിന്റെ. പിന്നെ അതിൽ ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി VRSന്റെ ബ്രേക്ക് കിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഡ്രം ആയിരുന്നു, അത് നമ്മൾ ഡിസ്കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒന്നും കൂടി BBK കിറ്റ് ആണ്, ബിഗ് ബ്രേക്ക് കിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ അറ്റ് പ്രസന്റ് എന്തൊക്കെയാണ്? ബാക്കിലേക്ക് വരുമ്പോൾ VRSന്റെ റിയർ സ്പോയിലർ, റൂഫ് സ്പോയിലർ നമ്മൾ ചെയ്തു കസ്റ്റം. മിലോടെക്കിന്റെ സൈഡ് ലിപ്പുകൾ വീൽ ആർച്ചിന്റെ ചെയ്തു. മിലോടെക്കിന്റെ തന്നെ റിയർ സ്കേർട്ട് ചെയ്തു, ടൗ ഹൂക്ക് ചെയ്തു, കസ്റ്റം ടെയിൽ ലൈറ്റ് നമ്മൾ പെയിന്റ് ചെയ്തു, എയർ ബ്രഷിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ എക്സോസ് സിസ്റ്റം ആണ്, മിൽടെക്കിന്റെ ഫുൾ സിസ്റ്റം ആണ്. ടിപ്സ് നമ്മൾ വേറെ ആഫ്റ്റർ മാർക്കറ്റ് ടിപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലോഗോസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, ന്യൂ മോഡലിലോട്ട് ആക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രസന്റ് നമ്മൾ പുറകിൽ നോക്കുമ്പോഴത്തേക്ക് എസ്റ്റിവരായിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ് പ്രസന്റ് നമ്മൾ എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിസിബിളി നമുക്ക് നോക്കുമ്പോൾ ഞാൻ സ്റ്റോക്കായിട്ട് കാണുന്നുള്ള സ്പെക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ നല്ല പ്ലംബിങ്സും നമ്മൾ OEM സ്പെക്കിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ BMCയുടെ എയർ ഇൻടേക്ക് ഉണ്ട്, 12 ചാനൽ. ഗാരറ്റിന്റെ ഹൈബ്രിഡ് ടർബോ ഉണ്ട്, ബോസിയോന്റെ ഇഞ്ചക്ടേഴ്സ് ഉണ്ട്, ഹയർ ബാർമാർക്ക് സെൻസർ ആണ്, ഫോർഗിന് ഇന്റർകൂളർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് നമ്മളിപ്പോൾ എൻജിൻ സൈഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ അറ്റ് പ്രസന്റ് വണ്ടി ഇപ്പൊ എത്ര പുഷ് ചെയ്യുന്നുണ്ട്? വണ്ടി അറ്റ് പ്രസന്റ് ഡൈനോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സാക്ട് ഫിഗേഴ്സ് അറിയത്തില്ല. സോ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് പറയാമെങ്കിൽ ഇപ്പൊ എത്ര വണ്ടി പുഷ് ചെയ്യുന്നു? ഒരു 200 പ്ലസ് ഉണ്ടാവുന്നുണ്ട്. ആക്യുറേറ്റ് ഫിഗേഴ്സ് അല്ല, പക്ഷെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു ഇത് എന്തായാലും മണ്ടയ്ക്ക് കാണുമല്ലോ. പിന്നെ സ്റ്റേജ് 3 ക്ലച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്പെക്കിന്റെ ക്ലച്ചാണ് ചെയ്തിട്ടുള്ളത്. പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റേജ് റീബിൽഡായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അതിൽ മാറ്റിയത്? എടുത്തു കഴിഞ്ഞപ്പോൾ കുറെ കാലം ഉപയോഗിക്കാണ്ടിരുന്ന ഒരു ബാഡ് കണ്ടീഷനിൽ തന്നെയായിരുന്നു വണ്ടി. അതിൽ ആദ്യം നമ്മൾ ചെയ്തു, ഫസ്റ്റ് എഞ്ചിന്റെ ഹെൽത്ത് നമ്മൾ കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്തു. എഞ്ചിൻ ഫുൾ ചെക്ക് ചെയ്ത് ബ്ലോക്ക് ഒക്കെ അഴിച്ച് കംപ്ലീറ്റ്ലി താഴെ വെച്ച് നമ്മൾ ഫുള്ള് ചെയ്തിട്ടാണ്, അത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേജ് 3 ബിൽഡിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടർബോ അപ്ഗ്രേഡ് ചെയ്തു, റെയിൽസ് മാറി, EGR ഡിലീറ്റ് ചെയ്തു, അങ്ങനെ എല്ലാ പ്ലംബിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അങ്ങനെയാണ് ഈ ബിൽഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് ഇതൊരു വണ്ടി ഇപ്പം നമുക്കിപ്പോൾ സ്റ്റേജ് 3 ബിൽഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ വെയർ ആൻഡ് ടയറുകൾ വരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റെനൻസ്? വെയർ ആൻഡ് ടയർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ഡെയിലി ഡ്രൈവ് രീതിക്ക് ഉദ്ദേശിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. എക്സ്പെൻസ് ഉണ്ട്, പക്ഷെ അതിന് പുറമെ തന്നെ ഈ കാര്യങ്ങളും നമുക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മെയിൻ്റെനൻസ് പരമായിട്ട് അപ്പോൾ എങ്ങനെയുണ്ട്? എത്ര രൂപയ്ക്കാണ് സാധാരണ വരുന്നത്? മെയിൻ്റെനൻസ് അങ്ങനെ വലിയ മെയിൻ്റെനൻസ് ഇല്ല. ഇത് നോർമൽ ഓയിൽ ചേഞ്ച് ഒക്കെ നമുക്കൊരു 10-15 ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. ബ്രേക്ക് പാഡ്സ് ഒക്കെ ചേഞ്ചിങ് ഉണ്ടെങ്കിൽ നമുക്കൊരു 25 താഴെ വരും. അപ്പോൾ പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ? ഒക്ടാവിയ ഉള്ള ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞ് സ്റ്റേജ് 3 ബിൽഡ് കൊണ്ടു നടക്കാൻ എങ്ങനെയുണ്ട്? തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ്. എനിക്കിതിൽ ഇതുവരെ ടിൽ നൗ ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 80,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു ഈ ബിൽഡിന് ശേഷം. ഇതുവരെ എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, നോർമൽ സർവീസസ് അല്ലാതെ നമുക്ക് വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഒരു കാർ എന്തൂസിയാസ്റ്റിനോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ്, എന്നാലും ഞാൻ ചോദിക്കുവാണ്, മൈലേജ് പരമായിട്ട് എങ്ങനെയുണ്ട്? മൈലേജ് നമ്മൾ നല്ലോണം പുഷ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു 13-14 ആ റേഞ്ചിലാണ് കിട്ടുള്ളൂ. പക്ഷേ ഹൈവേ ഡ്രൈവ്സിൽ ഒരു 20 അടുത്ത് കിട്ടുന്നുണ്ട്, ഡെയിലി ഡ്രൈവിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഇത് തന്നെയാണ്, ഫിഗർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യുമായിരുന്നു, അതോ പയ്യപ്പോൾ ഇതിനും ഗ്രാജുവലി ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നോ? അല്ല, ഇതിലൊരു ഓൾമോസ്റ്റ് 3 months എടുത്തു നമ്മളിത് ചെയ്ത് ഇത് വരുമ്പോഴത്തേനും. നമ്മൾ ഈ സ്റ്റഡ് ബാറൊക്കെ നമ്മൾ പിന്നെയും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളതാണ്. HNR സ്റ്റഡ് ബാർ എല്ലാം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാരണം ഹാൻഡ്ലിങ് അതിനനുസരിച്ച് ഒന്ന് ക്ലിയർ ആക്കാനായിട്ട്. അതുപോലെ തന്നെ ബിൽസ്റ്റേൻ്റെ B16 കോയിലോസയിലുള്ളത്, അതും എല്ലാം നമ്മൾ വീണ്ടും സർവീസ് ചെയ്തിട്ടാണ് വീണ്ടും കുറച്ച് പാർട്സ് വരാൻ ടൈം എടുത്തിരുന്നു. അതിന്റെ സർവീസ് പാർട്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അല്ല, എല്ലാം അവൈലബിൾ ആണ്, അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. കൊണ്ടു നടക്കാൻ എങ്ങനെയുണ്ട് വണ്ടി? കൊണ്ടു നടക്കാൻ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലുതായിട്ട് അപ്പം അക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല? അല്ല, ഇതിന്റെ കോസ്മെറ്റിക് സൈഡാണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഹെഡ്ലൈറ്റോ ടൈലൈറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഗ്രിൽസ്, അതല്ലാതെ എഞ്ചിൻ പാർട്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. ഈവൻ വോക്സ്വാഗന്റെ മറ്റു വണ്ടികളിലും ഇതിന് സ്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ പാർട്സിന്റെ അവൈലബിലിറ്റി നമുക്ക് കുഴപ്പമില്ല.
അപ്പോൾ ഇത്രയുമായിരുന്നു അപ്പോൾ എഞ്ചിൻ ബേക്കകത്തുള്ളത്? ഫോർക്കിൻ്റെ ഷോർട്ട് ത്രോ ഷിഫ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡുകളൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ? ഇതാണ് പിന്നെയും റിലയബിളായിട്ട് ഇതിന് കിട്ടുന്ന പാർട്സുകൾ. ഇപ്പോൾ ഒരാൾ വീഡിയോ കാണുന്ന ഒരാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും, ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടും കിട്ടുന്നതും നല്ല പാർട്സുകളും. അഫോർഡബിലിറ്റി എന്നുള്ള ഈ ബിൽഡിന് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ്. അപ്പോൾ പക്ഷെ ഈ ബ്രാൻഡ് ഈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഒന്നും കൂടി നമുക്ക് പേഴ്സണലി റിലയബിൾ ആണ്, സേഫർ സൈഡിലാണ്, സേഫർ ഹാൻഡ്സിലാണ്. നമുക്ക് അങ്ങനെ വേറെ രീതിയിൽ ചിന്തിക്കേണ്ടി വരത്തില്ല, പ്രശ്നങ്ങൾ വരത്തില്ല. നമുക്ക് ഇതിലെ കോസ്റ്റ് കട്ടിലേക്ക് വരാം. എങ്ങനെയൊക്കെയാണ്, എവിടൊക്കെയാണ്, എന്തൊക്കെ രൂപ? ഇത് ഓവറോൾ എല്ലാം നമ്മൾ ചെയ്തു വന്നപ്പോൾ ഒരു 6 to 7 lakh പ്ലസ് ആയിട്ടുണ്ട്. അതിപ്പോൾ വീൽസ്, കോയിൽ ഓവേഴ്സ്, സ്ട്രട്ട് ബാർസ്, എൻജിൻ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഇന്റേണൽസ്, ഇതിൻ്റെ ബാക്കി കോസ്മെറ്റിക് സൈഡ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 7 lakh പ്ലസ് എല്ലാം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോയിൽ ഓവേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് ബിൽസ്റ്റാൻഡ് B16 ആണ്, ഒരു റേസിംഗ് സീരീസിൽ വരുന്ന. എങ്ങനെയുണ്ട് കോയിലോസ് യൂസ് ചെയ്തിട്ട് സാധാരണ ആളുകൾ ഇപ്പം? അത് നമ്മുടെ ഹൈവേ ഡ്രൈവിലൊക്കെ ഒന്നും പറയാനില്ല, വളരെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ നോർമൽ റോട്ടിക്ക് പോകുമ്പോൾ, ഗട്ടറുകളൊക്കെ ഉള്ള റോഡൊക്കെ പോകുമ്പോൾ കോയിൽ ഓവറിൻ്റെ ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ട്. പക്ഷെ അത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നല്ല ഹാൻഡ്ലിംഗ് ആണ്, ഭയങ്കര നല്ല കാര്യമാണ്. അപ്പോൾ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് തീർച്ചയായും. ഓക്കെ. അപ്പോൾ ബ്രോ, ഇപ്പോൾ ഗാരറ്റിൻ്റെ ടെർബോ വരുമ്പോൾ എത്രയായിരുന്നു പ്രൈസും കാര്യങ്ങളും? നമുക്ക് അറൗണ്ട് ഒരു 56 പ്ലസ് ഷിപ്പിംഗ് ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്റർകൂളേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂളറും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50 ആ റേഞ്ചിൽ. ഓക്കെ. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയായിരുന്നു? നമുക്ക് 38 ആ റേഞ്ചിൽ. 38 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇഞ്ചക്ടേഴ്സ് നമുക്കൊരു നിയർലി 1 lakh താഴെ വന്നു, ഒരു 80 റേഞ്ചിൽ വന്നിരുന്നു. ഓക്കെ. പിന്നെ കോയിലോസ് വരുമ്പോഴത്തേക്ക് കോയിലോസ് നമുക്ക് 1 lakh എബോവ് വന്നിരുന്നു, 1,60,000 സംതിങ് ആ റേഞ്ചിൽ വന്നിരുന്നു. ഓക്കെ. അപ്പോൾ എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? എക്സോസ്റ്റിലോട്ട് വരുമ്പോൾ അതും നിയർലി 1 lakh വന്നു. മിൽടെക്കിൻ്റെ ഫുൾ സിസ്റ്റം ആണ് നമ്മൾ ചെയ്തത്. 1 lakh പ്ലസ് വന്നിട്ടുണ്ടായിരുന്നു. 1 lakh പ്ലസ് വരുന്നുണ്ട്. ഇതെല്ലാം ബിൽഡ് ചെയ്ത് ബ്രോ തന്നെയാണോ? മാപ്പ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എല്ലാം ബ്രോ തന്നെ? അപ്പോൾ നാളെ ഒരു ബിൽഡ് വന്നു കഴിഞ്ഞാലും ബ്രോയെ അപ്രോച്ച് ചെയ്ത്? ഓക്കെ. എന്തായാലും ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ഗൈസ്. കിറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എത്രയായിരുന്നു? കിറ്റ് നമ്മൾ ഈ കിറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്, നമുക്കത് ഷോറൂമിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് അറൗണ്ട് ഒരു 50 പ്ലസ് കിറ്റിനായിട്ടുണ്ട്. ഓക്കെ. അലോയ്സും ടയർസ് ഒക്കെ വരുമ്പോഴത്തേക്ക്? അലോയ്സ് നമുക്കൊരു 80K പ്ലസ് വന്നിട്ടുണ്ടായിരുന്നു. മോമെൻ്റെ ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ്. ഓക്കെ. 18 ഇഞ്ച് വീല്. പിന്നെ ടയേഴ്സും നമുക്ക് അറൗണ്ട് ആ ഒരു റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ബ്രേക്ക് കൺവേർഷൻ കിറ്റിനൊക്കെ ഇപ്പോൾ എത്രയായിരുന്നു? ബ്രേക്ക് കൺവേർഷൻ നമുക്ക് അറൗണ്ട് ഒരു 50ക്ക് താഴെ റേഞ്ച് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. റോട്ടേഴ്സും നമ്മൾ VRSൻ്റെ കംപ്ലീറ്റ് കിറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബൂസ്റ്റേഴ്സ്, റോട്ടേഴ്സ്, കാലിപ്പർ എല്ലാം. ഓക്കെ. പുറകിലും ഡിസ്ക് ആക്കുന്നതിനോട് ചേർത്തുള്ള പ്രൈസ് ആണോ? അതെ. അതിൻ്റെ കൺവേർഷൻ നമുക്ക് ലേബർ വേറെ കുറച്ചും കൂടി മെക്കാനിക്കൽ വരും. ഓക്കെ. കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം ഈ ഒരു പാർട്സിൻ്റെ റേറ്റ് ഏകദേശം പുറകിലേക്ക് വരുമ്പോൾ സ്പോയിലേഴ്സ് ഒക്കെ വരുമ്പോൾ എത്രയായി? അത് ഓൾ ഓവർ കിറ്റ് ഏകദേശം VRSൻ്റെ എനിക്ക് ഞാൻ പറയാം 50 ആ റേഞ്ചിനകത്ത് തന്നെ വരുന്ന റേഞ്ചിൽ വന്നിരുന്നിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് ഈ റൂഫ് സ്പോയിലറും, ബാക്കിലെ ഈ സ്കേർട്ട്, ഫ്രണ്ടിലെ ഐലിഡും. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ വരുമ്പോൾ സ്വേ ബാർസും കാര്യങ്ങളും സ്പേസേഴ്സ് അതിനൊക്കെ എത്രയായിരുന്നു? അത് നമ്മൾ ഇട്ടിട്ടുള്ള HNRൻ്റെ തന്നെയാണ് സ്പേസേഴ്സും സ്വേ ബാർസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അറൗണ്ട് ഒരു 40ക്ക് താഴെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ബ്രോ, അപ്പോൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഇന്റീരിയറിലോട്ട് വരുമ്പോൾ നമ്മൾ കസ്റ്റം സ്റ്റിയറിംഗ്, റാപ്പ് സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. അലക്കാണ്ടറ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബൂട്ട്, ഡോർ ഹാൻഡിൽസ്, ഹാൻഡ് റെസ്റ്റ്, പിന്നെ കസ്റ്റം സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഡിയോ, ആൽപൈൻ്റെ ഓഡിയോ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി സെറ്റൊക്കെ 2D തന്നെ, ഓഡിയോ സപ്പോർട്ടീവ് ആയിട്ടുള്ള 2D. ബാക്കി എല്ലാം സ്റ്റോക്കായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്, OEM പാർട്സ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് കോസ്റ്റ് എങ്ങനെയായിരുന്നു പറയുമോ? സീറ്റ്സ് നമുക്ക് അറൗണ്ട് ഒരു 30-35 റേഞ്ച് നമുക്ക് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് റാപ്പ് ഇതൊക്കെ നമുക്കൊരു 6,000 ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ സീറ്റ്സ് ഇപ്പോൾ എവിടുന്നാണ് ചെയ്തത്? സീറ്റ്സ് നമ്മൾ തന്നെ ചെയ്യുന്നതാണല്ലേ? ഓക്കെ.
അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടും കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് ഓടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇരുന്നിരുന്നുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇന്റീരിയറിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് മാറ്റങ്ങൾ. ഓക്കെ, ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി വെളിയിൽ നിന്നുള്ള ഒരു അധികം എസ്തെറ്റിക്കും വേണ്ട, പക്ഷെ നമുക്ക് പെർഫോമൻസ് വേണമെന്നുള്ളൊരു ബിൽഡായിരുന്നു. മെയിനായിട്ട് നമ്മൾ പെർഫോമൻസിന്റെ ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഡെയിലി യൂസ് ചെയ്ത് നല്ലൊരു പവർ പാക്ഡ് ആയിട്ട് വേണം, പെർഫോമൻസ് ഉള്ള വണ്ടി വേണം എന്നുള്ളതിലായിരുന്നു. ഓക്കെ, എന്തായാലും അതിൽ 100% ബ്രോ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ സ്റ്റിയറിങ് VRS ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൺവേർഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ബ്രോ, അപ്പം ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അങ്ങനെ കുഴപ്പിക്കുന്നതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമുക്ക് ഇതിൽ പ്ലംബിങ് കൊടുക്കുന്ന ടൈമിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അത് വെച്ച് നമ്മൾ പിന്നെ സോർട്ട് ഔട്ട് ചെയ്തു പിന്നീട്. ഓക്കെ, അപ്പം ബാക്കി ബിൽഡിംഗ് പർപ്പസ് എല്ലാം അങ്ങനെയല്ല ഇതായിരുന്നു. ഇത് എടുക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഇത് പെർഫോമൻസ് നമ്മൾ ചെയ്യുമെന്ന്. അതെ, അത് കണ്ടിട്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, നൈസ്. അപ്പോൾ പെർഫോമൻസ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി? കറക്റ്റ് വണ്ടി ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഭയങ്കര പവർഫുൾ ആണ്. ആഡ്രിനാലിൻ കിക്ക് തരുന്നുണ്ട്. ഓ, ഭയങ്കരമായിട്ട്. ഇപ്പൊ തന്നെ പോകുമ്പോൾ തന്നെ ആളുകൾ ഫോട്ടോ എടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ റോ സൗണ്ട് കേൾക്കാം. എക്സോസ്റ്റ് ഇപ്പൊ എങ്ങനെയാണ്? മീൻസ് എത്ര RPM ആകുമ്പോഴാണ് ഒരു ലൗഡ് നോയ്സ്? 2500 RPM കഴിയുമ്പോൾ തൊട്ട് അത് ഒന്ന് ലൗഡ് ആവും, ടർബോ സ്പൂൾ ആവും. ബ്രേക്കിംഗ് അപ്പൊ അപ് ടു ദ മാർക്കാണ്. അതാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത്. സ്റ്റേജ് 3 ബിൽഡിന് കണക്കൂട്ടി തന്നെ നമ്മൾ ബ്രേക്ക് അപ്ഗ്രേഡ്സ് നടത്തിയത്. ഈവൻ സസ്പെൻഷൻ ആയാലും സെറ്റപ്പ് നമ്മൾ അങ്ങനെ സ്റ്റേജ് 3 സപ്പോർട്ട് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്തത്. അപ്പൊ ഈ കോയിലോസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ഡിഫറൻസാണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ബോഡി റോൾ അങ്ങനെ തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇപ്പോൾ ഒരു TDI വണ്ടി നോക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ബ്രോയുടെ വക ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത്? മെയിൻലി എൻജിൻ തന്നെയാണ്. എൻജിൻ വളരെയധികം നോക്കിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇഷ്യൂസ് ആദ്യം കാണിച്ചു തുടങ്ങുന്നത് എൻജിന്റെ ഹെഡ് ഓയിൽ ലീക്ക് കാണാം. ഓക്കെ, വണ്ടി എൻജിൻ പണിതിട്ടുള്ളതാണോ നോക്കണം. ഹീറ്റിംഗ് ഇഷ്യൂസ് നോക്കണം. ഓക്കെ, അതൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യണം. മെയിൻ സ്റ്റിയറിംഗ് റാക്ക് ഇതൊക്കെയാണോ ആദ്യം കംപ്ലൈന്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ? മെയിൻലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കംപ്ലൈന്റ്സ് ഒക്കെ ഇതൊക്കെയാണോ? ഓക്കെ, അപ്പം എടുക്കുന്നവർ അതൊക്കെ ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനകത്ത് എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് പാർട്ടിലേക്ക്? നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ കംപ്ലീറ്റ് A to Z പിൻ ടു പിൻ നമ്മൾ എഞ്ചിൻ ഫുള്ള് നമ്മൾ റീസ്റ്റോർ ചെയ്തു. എന്നിട്ടാണ് ഈവൻ ഇതിന്റെ വാട്ടർ പമ്പ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ വാക്യൂം പമ്പ് എല്ലാം നമ്മൾ പുതിയത് മാറ്റി. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൽ വേറെ ഒരു ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്ത് മാത്രം പോകേണ്ട ആവശ്യങ്ങളുള്ളൂ. കംപ്ലീറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടാണ് ഈ ബിൽഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എഞ്ചിൻ സൈഡ് നമ്മൾ ഹെൽത്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് ഹെൽത്തി എഞ്ചിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത് പുഷ് ചെയ്ത് ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ പേഴ്സണലി ഇതുവരെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് മെയിൻ്റെനൻസ് മാത്രം സർവീസ് ചെയ്ത് പോകാം. നിങ്ങളുടെ എഞ്ചിൻ ഗുഡാണെങ്കിൽ വണ്ടിക്ക് പക്ക ഒരു നീറ്റ് കണ്ടീഷനിൽ വണ്ടിയാണെങ്കിൽ നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും അധികം പണികളൊന്നും വരത്തില്ല. അപ്പൊ എങ്ങനെയാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കൊരു സ്റ്റേജ് 2 ബിൽഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രോ സജസ്റ്റ് ചെയ്യാം? പിന്നെ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, എന്റെ ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇവിടെ തന്നെ ഞാനൊരു സ്റ്റേജ് 3 തന്നെ ഇപ്പൊ നമ്മുടെ റോഡുകളിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനും കാര്യങ്ങളും ഒരു ഡെയിലി ഡ്രൈവ് കൺസെപ്റ്റില് ഉള്ള മാക്സിമം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതുകൊണ്ട് പിന്നെ ഇതിലിപ്പോ പ്രസന്റ്ലി വണ്ടി ഇപ്പൊ എല്ലാം നിലവിൽ എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ നോർമലി അപ്പൊ ഈ ഒരു സിറ്റിക്കകത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മൈലേജ് കിട്ടുന്നത് 13-14 ആ റേഞ്ചിൽ കിട്ടും. സിറ്റി ഡ്രൈവിലുണ്ടാവും. ഹൈവേസിൽ 18+20+ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ഡ്രൈവ്സ് ലോങ് ഡ്രൈവ്സ് ഒക്കെ കൂടുതൽ പോകാറുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനെപ്പോഴും ഇത് മറന്നു പോകുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി പേര് ഇത് മറന്നു പോകുന്നുണ്ട്. ഞാൻ പറയാൻ തന്നെ ഞാൻ മറന്നു പോകുന്നു അപ്പോഴാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.